ഹായ് ഹലോ ഹവാരി ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ ടൊയോട്ടയുടെ ഷോറൂമിൽ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്, പിള്ളേരൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ പിള്ളേർ ഇത്തിരി ഒച്ചയും ബഹളം എടുക്കാണ്ടിരിക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ വിടാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മളെ മക്കളെപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ സേഫായിട്ട് വെക്കാം കേട്ടോ. പല പല ന്യൂസുകൾ പല രീതിയിലുള്ളത് കേൾക്കുന്നുണ്ട്. നമുക്കപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് പോയിട്ട് പിന്നെ ഗതിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തൊരു അപകടം പറ്റുകയോ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ പിള്ളേർ ഇപ്പോൾ മാങ്ങ സീസണൊക്കെയാണ്, മാവുമിലൊക്കെ കയറി താഴത്ത് വീണത് നമുക്ക് മനസ്സമാധാനക്കേടിന് അത് മതി. അപ്പോൾ പരമാവധി നമ്മുടെ മക്കളെ നമ്മുടെ അടുത്ത് തന്നെ സേഫാക്കി വെക്കുക. എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ പിള്ളേരെ കൂടെ നമ്മളും പോവുക കളിക്കാൻ. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോരാ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതേ പോയത് പുള്ളു വഴിയാണ് കേട്ടോ. ആ കാഴ്ച ഞാൻ കുറച്ച് കാണിച്ചു തന്നത് നമ്മളെ മഞ്ജു വാര്യരുടെ നാട്ടിൽ കൂടിയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. ഈ വീഡിയോയിൽ 2 പ്രാവശ്യം സർവീസിൻ്റെ വീഡിയോ ഒരുമിച്ച് കണ്ടിടുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം സർവീസ് ചെയ്യാൻ പോയിട്ട് നെസ്റ്റോയിലൊക്കെ കറങ്ങി, ടീ കടയിലൊക്കെ കറങ്ങി, അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം സർവീസ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് വീക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റാനിമോൾ ആദ്യമായിട്ട് ബസ്സിൽ കയറിയതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാതും കണ്ടിട്ട് വരാം. ഇപ്പോൾ ഞങ്ങളിതേ സർവീസ് സ്റ്റേഷനിലെത്തി. നമ്മൾ കാറ് സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. അപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിള്ളേരവിടെ പുതിയ വണ്ടിയൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ കൗതുകത്തിൽ ഓരോന്നൊക്കെ വീഡിയോ എടുത്തൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇക്കാക്കാണെങ്കിലും പുതിയ വണ്ടികളൊക്കെ ഒന്ന് കയറി നോക്കണമൊക്കെ ഉണ്ടായിരുന്നു. റാനിക്ക് അടുത്ത ഹാരി പോട്ടർ ആരാധിക്കായതുകൊണ്ട് ഹാരി പോട്ടറിൻ്റെ 7 സീരീസും പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകുമ്പോഴും ബുക്കും കൊണ്ട് പോയിരുന്നു. ഇപ്പോൾ 7 സീരീസ് കഴിഞ്ഞ് 8ാമത്തതും കഴിഞ്ഞിട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇക്കാക്ക് പറഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത് തന്നെ നെസ്റ്റോ. അപ്പം വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് നെസ്റ്റോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നെസ്റ്റോ വന്നിട്ട് ഏതാണ്ട് ഒരു 1 ഇയറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. തൃശ്ശൂർ ഒരു നെസ്റ്റോ വന്നിട്ട് നമ്മൾ തൊട്ടടുത്ത് വന്ന് ഇത്രയും സമയം വെറുതെ അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയും ഒന്ന് കയറാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് നെസ്റ്റോയിലേക്ക് പോയതാണ്. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് നെസ്റ്റോ കാണാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ. നമുക്ക് പർച്ചേസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടുന്ന്. നമ്മൾ സാധാരണ അവിടെ അടുത്തു നിന്നൊക്കെ തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും കിട്ടാത്തത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അത്യാവശ്യം നമുക്കൊന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അടുത്ത് തന്നെയാണ് വൈമാളുള്ളത്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ വൈമാളിൽ നിന്ന് വാങ്ങിക്കും എന്നല്ലാതെ അങ്ങനെ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നെസ്റ്റോ വന്നിട്ട് കണ്ടില്ലല്ലോ എന്നുള്ള വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് കാണാൻ കയറിയതാണ്. അപ്പോൾ കണ്ടു, എല്ലാം കണ്ടു ബോധിച്ചു. അപ്പോൾ കാണുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് വരാം. ഞങ്ങൾ നെസ്റ്റോയുടെ എല്ലാ മുക്കും മൂലയും കയറി നടന്ന് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ദാഹിച്ചപ്പോൾ ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പതുക്കെ പോരുകയാണ്. പക്ഷേ എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ സർവീസ് സെൻറ്ററിൽ എത്തേണ്ട സമയമായിട്ടില്ല, കുറേ സമയമുണ്ട്. അപ്പോൾ അവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ടീ കടയിൽ നിന്ന് കൊണ്ടുള്ള ടീ ഷോപ്പ് ഉണ്ട്. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ചു പോയി നമ്മൾ കാറൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയി. പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ടൈം വന്നപ്പോഴത്തെ വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. അതായത് നെക്സ്റ്റ് ടൈം വന്നപ്പം നമുക്ക് കുറേ സമയമുണ്ടല്ലോ. അപ്പം ഏതാണ്ട് രാവിലെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന് അവിടെ കാറിട്ട് കൊടുത്തു. ഞങ്ങൾ ഓട്ടോ വിളിച്ച് അവിടെ അടുത്തുള്ള മാക്സിൽ പോയി പിള്ളേർക്കും ഇക്കാക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ ട്രയലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പം ഇപ്രാവശ്യം മോനക്ക് ഫ്രീ സൈസ് ഡ്രസ്സ് എടുക്കണം എന്നും ഭയങ്കര ചെറിയ ഇത് കറക്റ്റ് അളവിനുള്ള എടുക്കുമ്പോൾ ഇപ്രാവശ്യത്തിന് വലിയ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇക്കാക്കും ഇഷ്ടപ്പെട്ടതൊക്കെ കുറച്ച് നോക്കി 1-2 ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇക്കാക്കാൻ കുറേ സമയം എടുത്തത്. കാരണം ഇട്ട് നോക്കിയിട്ട് പറ്റണ്ടേ, നമുക്ക് ഇഷ്ടപ്പെടാൻ നോക്കുമ്പോൾ സൈസ് ഉണ്ടാവില്ല, സൈസ് ഉള്ളത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല, അങ്ങനെയായിട്ട് കുറേ നോക്കിയിട്ടാണ് കിട്ടിയത്. അങ്ങനെ കിട്ടി. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. മോൾക്ക് നോക്കിയപ്പോൾ മോൾക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഡ്രസ്സുകളൊന്നും. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾ പിന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അതേ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ആ മാക്സിൻ്റെ പണി നടക്കുമായിരുന്നു. അന്ന് അതിൻ്റെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കളക്ഷനും കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ചൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. അങ്ങനെ തിരിച്ച് പോകുമ്പോൾ ടൊയോട്ടയുടെ ഷോറൂമിൻ്റെ അങ്ങോട്ട് നമ്മൾ ബസ്സിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണം. അപ്പോൾ ഞാനും മോനും കൂടി ഒരു പ്രാവശ്യം ബസ്സിൽ പോയിട്ടുണ്ട്. മോള് തീരെ ബസ്സിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ ബസ്സിൽ കയറി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ ഞാൻ അതൊന്ന് ഫയൽ ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് എടുത്ത വീഡിയോ ഉണ്ടാവും. അവൾ ആദ്യമായിട്ട് ബസ്സിൽ കയറിയതല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ സ്റ്റോപ്പിലെത്തിയപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇറങ്ങിയിട്ടാണ്. നമ്മളും കുറേ കാലത്ത് ബസ്സിൽ കയറുമ്പം അതിൻ്റേതായ എന്താ ബാലൻസ് കുറവൊക്കെ ഉണ്ട്. എന്നാലും അവളോട് എക്സ്പീരിയൻസ് വെച്ചപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതാണ് ഞാനും മോനും കൂടെ ആദ്യമായിട്ട് ബസ്സിൽ കയറിയ ഫോട്ടോ ഉണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് തിരിച്ച് ടൊയോട്ട ഷോറൂമിലേക്ക് വന്നു, കാറെടുത്തു, നമ്മൾ തിരിച്ച് പോവുകയാണ്. ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്